നമസ്കാരം. നമ്മൾ അടുത്തതായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് സെക്ഷനാണ് 6.3 എന്ന് പറയുന്നത്. ചാപ്റ്റർ 3ൽ നമ്മൾ സിമെട്രിക് ഓപ്പറേറ്റേഴ്സിൽ എങ്ങനെയാണ് ഓർഡറിങ് കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്കുന്നത്. ഓർഡറിങ് പറഞ്ഞാൽ കമ്പാരിസൺ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി റിസൾട്ട് 6.1.6 പഠിച്ചിട്ടുണ്ട്. ഒരു ഓപ്പറേറ്റർ സിമെട്രിക് ആണെങ്കിൽ ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഏതൊരു സിമെട്രിക് ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് റിയൽ നമ്പർ കിട്ടുന്നുണ്ട് എക്സ് വിത്ത് എക്സ് എന്ന് പറയുന്നത്, ഇന്നവിടെ എക്സ് വിത്ത് എക്സ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനിൽ നമുക്ക് ഓർഡറിങ് അറിയാം, പാർഷ്യൽ ഓർഡറിങ് അറിയാം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഒരു ഓപ്പറേറ്ററിനെ എപ്പോഴാണ് നോൺ നെഗറ്റീവ് എന്ന് പറയാൻ നോക്കാം. ആൻ ഓപ്പറേറ്റർ സെഡ് ടു ബി നോൺ നെഗറ്റീവ് ഇഫ് ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ ആണെന്ന് പറയും. അപ്പോൾ സിമെട്രിക് ഓപ്പറേറ്റർ നോൺ നെഗറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം സിമെട്രിക് ഓപ്പറേറ്ററിൽ ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് എലമെൻ്റ് ഓഫ് ആർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഒരു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ എല്ലായ്പ്പോഴും സിമെട്രിക് ആയിരിക്കും. കാരണം ഗ്രേറ്റർ ആർ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി റിയൽ നമ്പർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു നോട്ടെന്ന് പറയുന്നത്. ഇഫ് എ ഈസ് നോൺ നെഗറ്റീവ് ദെൻ ഇറ്റ് ഈസ് സിമെട്രിക്. കാരണം ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആണ് നോൺ നെഗറ്റീവിൻ്റെ കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് ഈസ് എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. ദെൻ ബൈ തിയറം 6.1.6 യു ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സിമെട്രിക് ഓപ്പറേറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സിമെട്രിക് ഓപ്പറേറ്റർ എന്ന കൺസെപ്റ്റിൽ എപ്പോഴാണ് കമ്പാരിസൺ നടക്കുക നോക്കാം. യു ഹാവ് ഗിവൺ ടു നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി. നോൺ നെഗറ്റീവ് വേണമെന്നില്ല, ടു ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി വിത്ത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് തന്നിരിക്കുന്നത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് എന്നാണ് അർത്ഥം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീൻ്റെ മീനിങ് ഇന്നപ്പെടുത്ത എ എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ്. അപ്പോൾ കമ്പാരിസൺ നടക്കണമെങ്കിൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്നപ്പെടുത്ത എ എക്സ് വിത്ത് എക്സും ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സും എന്ത് തന്നെയായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ റിയൽ നമ്പർ ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എയും ബിയും സിമെട്രിക് ഓപ്പറേറ്റർ ആവുകയാണ്. അപ്പോൾ എ ലെസ് ദാൻ ഈക്വൽ ടു കൊണ്ട് മീൻ ചെയ്യുന്നത് എയും ബിയും സിമെട്രിക് ആയിരിക്കും. അതുപോലെ ബി മൈനസ് എ ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ബി മൈനസ് എ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നപ്പെടുത്ത ബി മൈനസ് എ ഓഫ് എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ് മൈനസ് ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. That means ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ്. ദാറ്റ് മീൻസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അർത്ഥം ബി മൈനസ് എ ഈസ് നോൺ നെഗറ്റീവ്. നമ്മൾ സാധാരണ റിയൽ നമ്പേഴ്സിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ മീൻസ് വൈ മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന അതേ കൺസെപ്റ്റാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിലുള്ള ഓർഡറിങ് എന്ന് പറയുന്ന ഓർഡേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഓപ്പറേറ്റേഴ്സിലേക്ക് കൊണ്ടുവരികയാണ്. സാധാരണ ഓപ്പറേറ്റേഴ്സ് അല്ല, നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ സിമെട്രിക് ഓപ്പറേറ്റേഴ്സിലേക്കാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ നോൺ നെഗറ്റീവ് ഓപ്പറേറ്ററും സിമെട്രിക് ആയിരിക്കും. പക്ഷേ എല്ലാ സിമെട്രിക് ഓപ്പറേറ്ററും എന്താവണമെന്നില്ല, നോൺ നെഗറ്റീവ് ആവണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ എല്ലാ നോൺ നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സും സിമെട്രിക് ആയിരിക്കും. എല്ലാ സിമെട്രിക് ഓപ്പറേറ്ററും നോൺ നെഗറ്റീവ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ മൈനസ് ഐ. ഇപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിന് മൈനസ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് ഐ എക്സ് വിത്ത് എക്സ് ഈസ് എന്തായാലും എന്തായിരിക്കും ഇന്നപ്പെടുത്ത മൈനസ് എക്സ് വിത്ത് എക്സ്. ദാറ്റ് ഈസ് മൈനസ് നോം എക്സ് സ്ക്വയർ ആണ്. അത് നെഗറ്റീവ് ആയിരിക്കും എല്ലായ്പ്പോഴും അല്ലേ. 0 അല്ലാത്ത എല്ലാ കേസിലും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 0 ആണ് കേസ് വരിക. അപ്പോൾ നോൺ നെഗറ്റീവ് അല്ല. അപ്പോൾ മൈനസ് ഐ എന്ന് പറയുന്നത് സിമെട്രിക് ഓപ്പറേറ്റർ ആണ്, വിച്ച് ഈസ് നോട്ട് നോൺ നെഗറ്റീവ്. ഓക്കെ, ആ കാര്യം കൂടി ഓർക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഓർഡറിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയെ നോക്കുന്നത് മൈനസ് ഐ ലെസ് ദാൻ ഈക്വൽ ടു എ ലെസ് ദാൻ ഈക്വൽ ടു ഐ ദെൻ നോം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഒരു ഓപ്പറേറ്റർ മൈനസ് ഐക്കും ഐക്കും ഇടയിലാണെങ്കിൽ അതിൻ്റെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന കൺസെപ്റ്റിലെ നോം എന്നാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഓപ്പറേറ്റേഴ്സിലെ ഈ ഓർഡറിങ് നടപ്പാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൈനസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഈക്വൽ ടു ഐ ദെൻ നോം എ ലെസ് ദാൻ ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യണം. By our assumption minus I less than or equal to a less than or equal to I, that means inner product minus I x with x is less than or equal to inner product x with x is less than or equal to inner product I x with x for all x element of h. അല്ലേ, ഈ മൈനസ് ഐ എക്സ് വിത്ത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഇൻറ്റു എക്സ് വിത്ത് എക്സ് ആണ്. ദാറ്റ് മീൻസ് മൈനസ് നോം എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ്. ദാറ്റ് ഈസ് നോം എക്സ്.
അപ്പോൾ നോമെക്സ് രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 ≤ ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡ് ബൈ നോമെക്സ് സ്ക്വയർ ≤ 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡ് ബൈ നോമെക്സ് സ്ക്വയർ ≤ 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ മോഡുലസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡഡ് ബൈ നോമെക്സ് സ്ക്വയർ ≤ 1. ദാറ്റ് മീൻസ് 1 ആക്ട് ഈസ് ദി സുപ്രീമം ഓഫ് സച്ച് കളക്ഷൻ. അത്തരം കളക്ഷൻ്റെ സുപ്രീമത്തെ നമ്മൾ നോമ എന്നാണ് വിളിക്കുക. നമ്മൾ വേറെ റിസൾട്ട് പ്രൂവ് ചെയ്തു. നോമ ഈക്വൽ ടു സുപ്രീമം ഓവറാൾ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡഡ് ബൈ നോമെക്സ് സ്ക്വയർ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡ് ബൈ നോമെക്സ് സ്ക്വയർ <= 1 എന്ന് കിട്ടും. അത്തരത്തിലുള്ള വാല്യൂസിൻ്റെ സുപ്രീമവും <= 1 ആയിരിക്കും. സുപ്രീമം മീൻസ് നോമെ <= 1. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് if A is self-adjoint operator then -i into norm A <= A <= I into norm A. അതായത് ഏതൊരു സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിനും പ്രത്യേകത അത് I ഇൻറ്റു നോമയ്ക്കും -i ഇൻറ്റു നോമയ്ക്കും. ശരിക്കും നോമേ ഇൻറ്റു I എന്നാണ് പറയുക, കാരണം നോമേ സ്കേലറാണ്. I ഇൻറ്റു നോമയെ നമ്മൾ ശരിക്കും വായിക്കില്ല, കാരണം നോമേ ഒരു നമ്പറും I ഒരു ഓപ്പറേറ്ററുമാണ്. അപ്പോൾ നമ്മൾ നമ്പർ കൊണ്ട് ഓപ്പറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണെന്ന് ഓർക്കുക കേട്ടോ. ശരിക്കും -i ഇൻറ്റു നോമേ അല്ല, ശരിക്കും നോമേ ഇൻറ്റു -i എന്ന് പറയുന്നതാണ് ശരി. വി ഹാവ് സുപ്രീമം ഓവർ, നമുക്ക് നോമിൻ്റെ ഡെഫിനേഷൻ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു. സുപ്രീമം ഓവർ x ≠ 0 മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡ് ബൈ നോമെക്സ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു നോമേ. അങ്ങനെയാണെങ്കിൽ സുപ്രീമം വാല്യൂ നോമയാണെങ്കിൽ എല്ലാ വാല്യൂവിനേക്കാളും എന്തായിരിക്കും വലുതായിരിക്കും. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡ് ബൈ നോമെക്സ് സ്ക്വയർ ഷുഡ് ബി <= നോമേ ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് H with X ≠ 0. 0 ആകുമ്പോൾ പറ്റില്ല നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മോഡുലസിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോഡ് <= C മീൻസ് -c <= A <= C നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോമേ <= ഇന്നർ പ്രൊഡക്റ്റ് AX with X ഡിവൈഡഡ് ബൈ നോമെക്സ് സ്ക്വയർ <= നോമേ എന്ന് കിട്ടും. നോമെക്സ് സ്ക്വയർ രണ്ട് സൈഡും ത്രൂ ഔട്ടായിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും നോമേ ഇൻറ്റു നോമെക്സ് സ്ക്വയർ <= ഇന്നർ പ്രൊഡക്റ്റ് AX with X <= നോമേ ഇൻറ്റു നോമെക്സ് സ്ക്വയർ അല്ലേ. ഇനി നോമെക്സ് സ്ക്വയർ പറഞ്ഞാൽ ശരിക്കും IX with X ആണ്, അത് ജസ്റ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ നോമേ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് AX with X ഈസ് <= ഇന്നർ പ്രൊഡക്റ്റ് AX with X <= നോമേ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് AX with X. ഈ നോമേ സ്കേലറാണ്, അതിന് ഇന്നർ പ്രൊഡക്റ്റിൽ പോകുമ്പോൾ ഫസ്റ്റ് വേരിയബിളിലേക്ക് പോകുന്നു, മൾട്ടിപ്പിൾ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇന്നർ പ്രൊഡക്റ്റ് നോമേ ഇൻറ്റു IX with X <= ഇന്നർ പ്രൊഡക്റ്റ് AX with X ഈസ് <= ഇന്നർ പ്രൊഡക്റ്റ് നോമേ ഇൻറ്റു IX with X അല്ലേ. അപ്പോൾ ശരിക്കും അതിൻ്റെ ഈ നോമേ ഇൻറ്റു I എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ B ആണ് എടുക്കുക. അങ്ങനെ ഒന്ന് -b ഒന്ന് b ആയിരിക്കും. അപ്പോൾ അതായത് -b <= A <= b എന്നായിരിക്കും. ഈ b എന്ന് പറഞ്ഞാൽ ഇവിടെ നോമേ ഇൻറ്റു I ആണെന്ന് കൂടി ഓർക്കുക. സോ വി ഗോട്ട് വാട്ട് നോമേ ഇൻറ്റു I <= A <= നോമേ ഇൻറ്റു I. ഇവിടെ കറക്റ്റാണ്. നോമേ ലെഫ്റ്റ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇനി നമുക്ക് നമ്പേഴ്സിൽ സാധാരണ ഓർഡറിങ് അറിയാൻ > 0 ഉണ്ടെങ്കിൽ =0 ആവും നമുക്കറിയാം അല്ലേ. അപ്പോൾ സപ്പോസ് ചെയ്തു A > 0 ആൻഡ് A <= 0, വി നീഡ് ടു പ്രൂവ് വാട്ട് A = 0. A > 0 മീൻസ് വാട്ട് ഇന്നർ പ്രൊഡക്റ്റ് AX with X ഈസ് > 0 ആൻഡ് A <= 0 മീൻസ് ഇന്നർ പ്രൊഡക്റ്റ് AX with X <= 0. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് H. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് AX with X ഈസ് = 0 ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് H. By the definition of norm we have, it is the supremum over all x not equal to 0 modulus of inner product AX with X divided by norm x square. പക്ഷേ inner product AX with X ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. therefore supremum value must be 0. that means norm A equal to 0. ആരുടെ norm ആണ് 0 ആവുക? 0 ഓപ്പറേറ്ററിൻ്റെ മാത്രം. that means A equal to 0 ഓപ്പറേറ്ററിൻ്റെ മാത്രം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ജനറലൈസ്ഡ് കോഷീസ് ഇനീക്വാളിറ്റി. കോഷീസ് ഇനീക്വാളിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് X with Y <= നോം X ഇൻറ്റു നോം Y എന്നുള്ള രൂപത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് X with X ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് Y with Y എന്ന് പറയാം. കാരണം ഇന്നർ പ്രൊഡക്റ്റ് X with X എന്ന് പറഞ്ഞാൽ ആരാണ്? നോം X സ്ക്വയർ ആണ്. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നോം X തന്നെ കിട്ടും. അപ്പോൾ കോഷീസ് ഇനീക്വാളിറ്റിയിൽ ജനറലൈസ്ഡ് വേർഷനിലേക്ക് പോവുകയാണ്. Let A > 0, then modulus of inner product AX with Y is <= root of inner product AX with X into root of inner product AY with Y. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പുതിയ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യണം. ആക്ച്വലി ഇന്നർ പ്രൊഡക്റ്റ് അല്ല, കോസി ഇന്നർ പ്രൊഡക്റ്റ്. നിങ്ങൾ കോസി മെട്രിക്
സ്യൂഡോമെട്രിക് എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കോസി ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഇന്ന പ്രൊഡക്റ്റിൽ ഒരു ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത് ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ മാത്രമാണ് ചെറിയൊരു പ്രശ്നം വരിക. ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0ൽ എക്സ് 0 ആകുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് 0 ആകും. പക്ഷേ എക്സ് 0 അല്ലാത്ത കേസിലും ഇന്ന പ്രൊഡക്റ്റ് 0 ആവുന്നതാണ് കോസി ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്ന പ്രൊഡക്റ്റ് ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ അതിനകത്ത് എക്സ് 0 ആകുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് 0 ആയിരിക്കും. പക്ഷേ 0 അല്ലാത്ത കേസിലും വേണമെങ്കിൽ 0 കിട്ടാം. അത് നോക്കാം. ആദ്യത്തെ കേസ് ഒന്നാമത്തേത് ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് വിത്ത് എക്സ് വിച്ച് ഇസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. കാരണം എ എന്താണ് തന്നിട്ടുണ്ട്, നോൺ നെഗറ്റീവ് ആണ് തന്നിട്ടുണ്ട്. ഇനി എക്സ് 0 എന്ന് കൊടുത്തു. എക്സ് 0 ആകുമ്പോൾ എ ഓഫ് 0 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സിൻ്റെ വാല്യൂ 0 കിട്ടും. ഇനി എക്സ് 0 അല്ലാത്ത കേസിലും ഇത് കിട്ടിയേക്കാം. കാരണം എ ഒരു ഓപ്പറേറ്ററാണ്, അത് 0 അല്ലാത്ത പോയിൻറ്റ്സിലും 0 കിട്ടാം. കാരണം കേണലിലേക്ക് 0 മാത്രമല്ല, ഇൻജക്റ്റീവ് ആകുമ്പോൾ മാത്രമാണല്ലോ 0 മാപ്പ് ചെയ്യുന്നത്. ഇൻജക്റ്റീവ് അല്ലാത്ത കേസും ഉണ്ടാവാം. അപ്പോൾ എ എന്ന ഓപ്പറേറ്ററിൽ വേറെ ഏതെങ്കിലും ഒരു പോയിൻറ്റ് 0ലേക്ക് പോവുകയാണെങ്കിൽ ആ പോയിൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 സച്ച് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ നമുക്ക് നോക്കാം. എ തന്നെ 0 ഓപ്പറേറ്റർ ആണെങ്കിൽ എക്സ് 0 ആവാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈയുടെ വാല്യൂ 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി കോൺജുഗസി ഇതുപോലെ തന്നെ കിട്ടും. ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ഇസ് ഈക്വൽ ടു ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ കോൺജുഗേറ്റ്. ഇനി അതിൽ ഡയറക്റ്റ് ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എ വൈ കോൺജുഗേറ്റ് അല്ലേ. പക്ഷേ എ സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ലെഫ്റ്റിലേക്ക് എടുക്കാം. ദാറ്റ് മീൻസ് ഇന്ന പ്രൊഡക്റ്റ് എ വൈ വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു എ വൈ വിത്ത് എക്സ് എന്ന് എഴുതാം. അത് എഴുതാൻ കോൺജുഗേറ്റ് ഇന്ന പ്രൊഡക്റ്റ് എ എക്സ് വിത്ത് വൈയിൽ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സിമെട്രിയുടെ ഡെഫിനേഷനാണ് അപ്ലൈ ചെയ്തത്. ഇന്ന പ്രൊഡക്റ്റ് എ എക്സ് വിത്ത് വൈയിൽ എയുടെ സിമെട്രിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തു. പിന്നെ കോൺജുഗസിയുടെ അപ്ലൈ ചെയ്തു. അത് രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇന്ന പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് കിട്ടും. ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോൺജുഗേറ്റ് സിമെട്രി കിട്ടും. ഫസ്റ്റ് വേരിയബിൾ ഇതുപോലെ ലീനിയറിറ്റിയും കിട്ടും. എ എക്സ് 1 പ്ലസ് ബി എക്സ് 2 വിത്ത് വൈ ഈക്വൽ ടു എ ഓഫ് എ എക്സ് 1 പ്ലസ് ബി എക്സ് 2 വിത്ത് വൈ. പക്ഷേ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ കൂടിയാണ്, ബൗണ്ടറി ലീനിയർ കൂടിയാണ്. അപ്പോൾ എ കോൺസ്റ്റൻറ്റിനെയൊക്കെ പുറത്തെടുത്ത് നമുക്ക് ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഡെഫിനേഷൻ ഫസ്റ്റ് വേരിയബിളിലെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഇന്ന പ്രൊഡക്റ്റ് എ ഇൻറ്റു ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ആണ്. നൊട്ടേഷനിൽ ചെറിയൊരു എററുണ്ട്. ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് 1 വിത്ത് വൈ പ്ലസ് ബി ഇൻറ്റു ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് 2 വിത്ത് വൈ ആണ്. നൊട്ടേഷനിൽ ഒരു എററുണ്ടെന്ന് ഓർക്കുക. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് ഒരു കോസി ഇന്ന പ്രൊഡക്റ്റായി മാറുന്നു. ഇനി കോഷീസ് കോസി ഇനിക്വാളിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കോഷീസ് കോസി ഇനിക്വാളിറ്റിയുടെ പ്രത്യേകത അത് ഇന്ന പ്രൊഡക്റ്റിനും സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ അത് കോസി ഇന്ന പ്രൊഡക്റ്റിനും സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ കോസി ഇന്ന പ്രൊഡക്റ്റിനും ഈ കോഷീസ് കോസി ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. മോഡുലസ് ഓഫ് ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ലെസ് ആർ ഈക്വൽ ടു ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ഹോൾ റൈസ് ടു 1/2 ഇൻറ്റു ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് വൈ വിത്ത് വൈ റൈസ് ടു 1/2. പക്ഷേ ബൈ ഡെഫിനേഷൻ എന്താണ്? ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ആണ് രണ്ടാമത്തേത്. ആദ്യത്തെ എ എക്സ് വിത്ത് എക്സും രണ്ടാമത്തെ എ വൈ വിത്ത് വൈയുമാണ്. അതുപോലെ ഡെഫിനേഷൻ പ്രകാരം ഡബിൾ ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ എന്ന് പറയുന്നത് എ എക്സ് വിത്ത് വൈയുമാണ്. Therefore, modulus of inner product ax with y less than or equal to inner product ax with x raised to 1/2 into ay with y raised to 1/2. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. ഈ നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സി സിമെട്രിക്കും എ ലെസ് ആർ ഈക്വൽ ടു ബി. സി സിമെട്രിക് ആവുമെന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് സി എക്സ് വിത്ത് എക്സ് എന്നൊരു റിയൽ നമ്പർ. അപ്പോൾ റിയൽ നമ്പറിൻ്റെ കേസിലേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സിയുടെ സിമെട്രി ഇവിടെ നിർബന്ധമാണെന്ന് പറയുന്നത്. സി സിമെട്രിക് ആൻഡ് എ ലെസ് ആർ ഈക്വൽ ടു ബി. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സി ഒരു റിയൽ നമ്പറും എക്സ് ലെസ് ആർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് പ്ലസ് സി ലെസ് ആർ ഈക്വൽ ടു വൈ പ്ലസ് സി പഠിച്ചിട്ടുണ്ട്. ആ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ പ്ലസ് സി ലെസ് ആർ ഈക്വൽ ടു ബി പ്ലസ് സി കിട്ടണം. അതിനുവേണ്ടി എ ലെസ് ആർ ഈക്വൽ ടു ബി ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഇന്ന പ്രൊഡക്റ്റ് ബി എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എ എക്സ് വിത്ത് എക്സ് അല്ലേ. ദിസ് ഇംപ്ലൈസ് ഇന്ന പ്രൊഡക്റ്റ് ബി എക്സ് വിത്ത് എക്സ് പ്ലസ് ഇന്ന പ്രൊഡക്റ്റ് സി എക്സ് വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എ എക്സ് വിത്ത് എക്സ് പ്ലസ് ഇന്ന പ്രൊഡക്റ്റ് സി എക്സ് വിത്ത് എക്സ്. അതായത് ഒരു ഇനിക്വാളിറ്റിയിൽ ഒരു റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കില്ല. ആഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി ചേഞ്ച് ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റാണ് ഉപയോഗിച്ചത്. ഇനി സി എക്സ് വിത്ത് എക്സ് റിയൽ നമ്പറാണ്, കാരണം സി സിമെട്രിക് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ലീനിയാരിറ്റി ഫസ്റ്റ് വേരിയബിൾ ലീനിയാരിറ്റി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കിട്ടുക ഇന്ന പ്രൊഡക്റ്റ് ബി പ്ലസ് സി വിത്ത് എക്സ്
ഗ്രേറ്റർ ആർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എ പ്ലസ് സി വിത്ത് എക്സ് വിത്ത് എക്സ് എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് ബി പ്ലസ് സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമുക്കത് കിട്ടുന്നു. ഇനി എ സിമെട്രിക് ആണെങ്കിൽ ഒരാൾ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ ഈവൻ പവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പർ ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. അതിനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ അതിനെ റിയൽ നമ്പറായിട്ട് കാണുന്നു. അപ്പോൾ എ റൈസ് ടു 2n ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ഫോർ എവരി n ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ n ഈക്വൽ ടു ബി എന്ന് കൊടുക്കുക. എ റൈസ് ടു n ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും എ റൈസ് ടു 2n എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ബി സ്ക്വയർ എക്സ് വിത്ത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എ ഒരു സിമെട്രിക് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ എത്ര പവർ എടുത്താലും എ സ്ക്വയറും എ ക്യൂബും ഒക്കെ സിമെട്രിക് ആയിരിക്കും. കാരണം കമ്മ്യൂട്ട് ചെയ്താൽ മതി എന്നാണ് പഠിക്കുന്നത്. പക്ഷേ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എയും സെയിം ആണ്. എ ബി ഈക്വൽ ടു ബി ആകുമ്പോഴാണ് പ്രൊഡക്റ്റ് സിമെട്രിക് ആവുക. പക്ഷേ ഇവിടെ പ്രൊഡക്റ്റ് സിമെട്രിക് ഡയറക്റ്റ് ആവുന്നു എ തന്നെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എ റൈസ് ടു എൻ ഈക്വൽ ടു ബി ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് സിമെട്രിക് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ എക്സ് വിത്ത് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാം, ഇന്നർ പ്രൊഡക്റ്റ് ബി എക്സ് വിത്ത് ബി എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ റൈസ് ടു എൻ എക്സ് വിത്ത് എ റൈസ് ടു എൻ എക്സ് എന്ന് കിട്ടുന്നു. അതെന്താണ്? നോം ഓഫ് എൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. പക്ഷേ നോം സ്ക്വയർ എന്തായാലും ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എ റൈസ് ടു 2n ഈസ് ആൾവേസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ഇനി ഒരാൾ നോൺ നെഗറ്റീവ് ആണെങ്കിൽ, അത് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഓട് പവറും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഒരു നമ്പർ നോൺ നെഗറ്റീവ് നമ്പറിൻ്റെ ഏത് പവറും നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓട് പവറും ആയിരിക്കും. പക്ഷേ നെഗറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഓട് പവർ നെഗറ്റീവ് ആവുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എ നോൺ നെഗറ്റീവ് എടുത്തു. ദെൻ ഓട് പവർ ഓഫ് എ ഈസ് എന്താണെന്ന് ഇടണം? നോൺ നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഓട് പ്രൂവ് കൺസിഡർ ചെയ്തു. ഇന്നർ പ്രൊഡക്റ്റ് എ 2 റൈസ് ടു n x വിത്ത് എക്സ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്നർ പ്രൊഡക്റ്റ് എ വിത്ത് എ n വിത്ത് എക്സ് വിത്ത് എ n. അപ്പോൾ കാരണം എ n സിമെട്രിക് ആണ്. അപ്പോൾ ഞാൻ എ റൈസ് ടു 2n + 1 എങ്ങനെ എഴുതി? എ ഇൻറ്റു എ റൈസ് ടു n ഇൻറ്റു എ റൈസ് ടു n എന്ന ഫോമിലേക്ക് മാറ്റി. ഇനി സിമെട്രിയുടെ ഡെഫിനേഷൻ എ റൈസ് ടു n അപ്ലൈ ചെയ്തു. അപ്പോൾ റൈറ്റിലേക്ക് എടുത്തു. അപ്പോൾ എന്തായി മാറി? എ റൈസ് ടു n എക്സ് എന്നുള്ളതിന് y എന്ന് പേര് കൊടുത്താൽ ഇന്നർ പ്രൊഡക്റ്റ് എ വൈ വിത്ത് y ആയിരിക്കും. ബട്ട് എ ഈസ് സിമെട്രിക് നോൺ നെഗറ്റീവ് ആണ്. ദെർഫോർ ഇന്നർ പ്രൊഡക്റ്റ് എ വൈ വിത്ത് y ഷുഡ് ബി ഗ്രേറ്റർ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഓക്കെ, ദെർഫോർ വി ഗെറ്റ് എ റൈസ് ടു 2n + 1 ഗ്രേറ്റർ ഈക്വൽ ടു 0. അപ്പോൾ ഇഫ് എ നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഓട് പവർ നോൺ നെഗറ്റീവ് ആയിരിക്കും. എ സിമെട്രിക് ആണെങ്കിൽ ഈവൻ പവർ നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി ഇഫ് എ നോൺ നെഗറ്റീവ് ദെൻ ഫോർ എനി പോളിനോമിയൽ പി ഓഫ് ലാംഡ വിത്ത് നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസ് പി ഓഫ് എ ഈസ് ആൾസോ ഗ്രേറ്റർ ഈക്വൽ ടു 0. തൊട്ട് മുകളിലുള്ള ഈവൻ പവർ, ഓഡ് പവർ, സ്കേലാർ മൾട്ടിപ്പിൾ ഈ കൺസെപ്റ്റുകളെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ നോട്ടിലുള്ള കാര്യം പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എ നോൺ നെഗറ്റീവ് ആണ്, അതിന് പി ഓഫ് ലാംഡ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പി ഓഫ് ലാംഡ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 1 ആണെന്ന് വിചാരിക്കുക. 2x + 1 ആണെങ്കിൽ ആ പോളിനോമിയലിൽ നമുക്ക് എക്സിന് പകരം എ കൊടുത്തു കഴിഞ്ഞാൽ 2a + i എന്നായിരിക്കും വരിക. 2a + i എന്തായി മാറും? നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് തിയറം 6.3.2 എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷനാണ്. നമ്മൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് മോണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺവേർജൻ്റ് എന്നാണ് പഠിക്കുന്നത്. ഇവിടെയും സംഭവം അത് തന്നെയാണ്. നോൺ നെഗറ്റീവ് സീക്വൻസ് ആണ്. കാരണം ഇവിടെ എല്ലാവരും ഗ്രേറ്റർ ഈക്വൽ ടു 0 ആണ്. ഇൻക്രീസിങ് ആണ് തന്നിട്ടുണ്ട്. a0 ≤ a1 ≤ a2 ≤ etc. എ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബൗണ്ടഡ്നെസ് പറയാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മോണോട്ടോൺ ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആണ്. നോൺ നെഗറ്റീവ് നിർബന്ധമില്ല നമുക്ക്. മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയുന്നത് ഒരു സീക്വൻസ് ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആണ് ഈ കൺവേർജൻ. അപ്പോൾ ഇവിടെ ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡ് ബൈ എ ആണ്, ദെൻ ഇറ്റ് ഈസ് കൺവേർജൻ. അപ്പോൾ ഇവിടെ കൺവേർജൻസ് ടു എ സ്ട്രോങ് ലിമിറ്റ് എന്ന് പറയാൻ കാരണം എല്ലാ പോയിന്റിലും അങ്ങനെ കിട്ടുന്നു എന്നാണ്. അതായത് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു സം ബി എക്സ്, അല്ലെങ്കിൽ എൻ ഓഫ് എക്സ് കൺവേർജസ് ടു സം വൈ, അല്ലെങ്കിൽ വൈ എക്സ് എന്ന് പേര് കൊടുക്കാം. കാരണം എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് വൈ എക്സ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ബി ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യണം. ബി ഫ്രം എച്ച് ടു എച്ച് ഡിഫൈൻഡ് ബൈ ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എക്സ് എന്ന് പേര് കൊടുക്കുക. വൈ സഫിക്സിലാണ് എക്സ് കൊടുക്കുന്നത്. വൈ എക്സ് പറഞ്ഞാലാണ് ലിമിറ്റ് ആൻഡ് ടെൻഷൻ ഇൻഫിനിറ്റി എ എൻ എക്സ്. അപ്പോൾ എ എൻ എക്സിൻ്റെ ലിമിറ്റിനെ നമ്മൾ ബി എക്സ് അതിൻ്റെ ഇമേജ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യുണീക്ക് ആയിരിക്കും. എ എൻ ലീനിയർ ആയതുകൊണ്ട് ബി ലീനിയർ ആയിരിക്കും. ഇനി എ എന്നിൻ്റെ ബൗണ്ടഡ്നെസ്സും പിന്നെ ഈ നോൺ നെഗറ്റിവിറ്റി പ്രോപ്പർട്ടി എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ബി ബൗണ്ടഡ് കൂടിയാണെന്ന് പ്രൂവ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ എ എന്ന് പറയുന്ന ഒരു ഫോർ എവരി സിമെട്രിക് ഓപ്പറേറ്റർ എ. ഇപ്പോൾ എ ഒരു സിമെട്രിക് ഓപ്പറേറ്റർ ആണെന്ന് എടുത്തു. ഓക്കെ,
ഇവിടെ എല്ലാം സിമെട്രിക് ഓപ്പറേറ്ററിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. എ ഈസ് എ സിമെട്രിക് ഓപ്പറേറ്റർ ദർ എക്സസ് സി ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എ ലെസ് ആർ ഈക്വൽ ടു സി ഐ. ഇത് തൊട്ട് മുന്നേ നമ്മൾ റിസൾട്ടിൽ പ്രൂവ് ചെയ്തു. മൈനസ് നോം എ ഇൻറ്റു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു ഐ. അപ്പോൾ ആ സി എന്ന് പറയുന്നത് വേണമെങ്കിൽ നോം എ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആണ്. അല്ലെങ്കിൽ നോം എയേക്കാൾ വലുതായിട്ടുള്ള ഏതൊരു സി വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു സി കണ്ടുപിടിക്കാൻ പറ്റും. എ ലെസ് ആർ ഈക്വൽ ടു സി ഐ എന്നുള്ള ഒരു പോസിറ്റീവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എ മൈനസ് എ നോട്ട് ഈസ് സിമെട്രിക്. കാരണം എയും എ നോട്ട് സിമെട്രിക് ആണെങ്കിൽ ഡിഫറൻസസ് ആൾസോ സിമെട്രിക്. ദെർഫോർ ദർ എക്സസ് C1 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എ മൈനസ് എ നോട്ട് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു C1 ഇൻറ്റു ഐ എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് an മൈനസ് എ നോട്ട് ഡിവൈഡഡ് ബൈ C1 ഒറിജിനൽ സീക്വൻസിന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ സീക്വൻസ് an ആണ്. അതിന് പകരം നമ്മൾ an മൈനസ് എ നോട്ട് ബൈ C1 എടുക്കുന്നു എന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ an മൈനസ് എ നോട്ട് ലെസ് ആർ ഈക്വൽ എ മൈനസ് എ നോട്ടാണ്. കാരണം എയിൽ നിന്ന് എ നോട്ടിലേക്കുള്ള ഡിഫറൻസിനേക്കാൾ വലുതാണ് എയിൽ നിന്ന് എ നോട്ടിലേക്കുള്ളത്. അതുകൊണ്ടാണ് an മൈനസ് എ നോട്ട് ലെസ് ആർ ഈക്വൽ എ മൈനസ് എ നോട്ട്. പക്ഷേ an മൈനസ് എ നോട്ടിൻ്റെ കാര്യം ലെസ് ആർ ഈക്വൽ C1 ഇൻറ്റു ഐ ആണ്. ദെർഫോർ an മൈനസ് എ നോട്ട് ഡിവൈഡഡ് ബൈ C1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഓപ്പറേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന രൂപത്തിൽ കിട്ടി. ഇപ്പോൾ ഗിവൺ സീക്വൻസിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി ഇൻറ്റു ഐ എന്ന രൂപത്തിലാണ് കിട്ടിയിട്ടുണ്ടാവുക. അതിനെ അതിലേക്ക് മാറ്റുന്ന ഡിവൈഡഡ് ബൈ സി അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്പിൾ വെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഗിവൺ സീക്വൻസിനെ സ്കേലാർ മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ചെയ്യുകയാണ്. അത് 1/C1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ചെയ്യുക. ഇപ്പോൾ റീപ്ലേസ് ചെയ്യാണ് അവിടെ ചെയ്തിരിക്കുന്നത്, പ്രത്യേകം ഓർക്കുക. പിന്നെ an മൈനസ് എ നോട്ട് എന്തായാലും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനി an ആണ്. അപ്പോൾ an മൈനസ് എ നോട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. C1 ഗ്രേറ്റർ ദാൻ 0. ദെർഫോർ an മൈനസ് എ നോട്ട് ഡിവൈഡ് ബൈ C1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നിലവിലുള്ള പുതിയ സീക്വൻസ് നമ്മൾ എടുക്കുക. തന്നിരിക്കുന്ന സീക്വൻസിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പ്രൂഫിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് റീപ്ലേസ് ചെയ്യണം. an മൈനസ് എ നോട്ട് ഡിവൈഡഡ് ബൈ C1 എന്ന രൂപത്തിലുള്ളൊരു സീക്വൻസ് ആണെന്ന് ചൂസ് ചെയ്യും. അല്ലെങ്കിൽ പുതിയ സീക്വൻസിന് bn എന്ന് പേര് കൊടുത്തു. bn പറഞ്ഞാൽ ആക്ച്വലി തന്നിരിക്കുന്നതിൽ an മൈനസ് എ നോട്ട് ഡിവൈഡഡ് ബൈ C1 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ bnൻ്റെ പ്രത്യേകത അത് 0ക്കും ഐക്കും ഇൻ ബിറ്റ്വീനായിട്ടായിരിക്കും വരിക ഫോർ എവരി n. അപ്പോൾ ലോവർ ബൗണ്ട് 0യും അപ്പർ ബൗണ്ട് ഐയുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫോർ n ഗ്രേറ്റർ ദാൻ m ഡിഫൈൻ amn ഈക്വൽ ടു an മൈനസ് am. അപ്പോൾ ഇനി an amനേക്കാൾ വലുതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ നോൺ നെഗറ്റീവ് ആണെന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നമ്മൾ ഗിവൺ സീക്വൻസിന് an മൈനസ് എ നോട്ട് ഡിവൈഡ് ബൈ C1 bn എന്ന പേരിലാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ നോൺ വാല്യൂ എന്തായാലും ലെസ് ആർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനർത്ഥം an മൈനസ് എ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a മൈനസ് എ നോട്ടാണ്. a മൈനസ് എ നോട്ട് ബൈ C1 ഉണ്ട്, C1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ഈക്വൽ ടു നോം ഐ എന്ന് കിട്ടും, ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ amൻ്റെ നോം എന്ന് പറയുന്നത് എന്തായാലും ലെസ് ആർ ഈക്വൽ ടു 1 ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്ന an എന്ന സീക്വൻസ് ഉണ്ട്, അത് ഉപയോഗിച്ച് പുതിയൊരു സീക്വൻസ് കണ്ടുപിടിച്ചു, ഡബിൾ സീക്വൻസ് amn ഈക്വൽ ടു an മൈനസ് am. അത് നോൺ നെഗറ്റീവ് ആണ്, അതിൻ്റെ നോം ലെസ് ആർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പുതിയൊരു ആളെ കിട്ടി amnൻ്റെ പ്രത്യേകത മനസ്സിലായി. ഓക്കെ, ഇനി ഫോർ എനി എക്സ് ആൻഡ് y ഈക്വൽ ടു amn x, അതായത് എക്സിൻ്റെ ഇമേജിനെ y എന്നും പേര് കൊടുത്തു. അങ്ങനെയെങ്കിൽ anx മൈനസ് am(x) സ്ക്വയർ ഈക്വൽ ടു എന്നും എയും ലീനിയാരിറ്റിയാണ്. ലീനിയാരിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ n മൈനസ് am ഇൻറ്റു എക്സ് എന്ന് വരും. ഓക്കെ, അത് amn x ആണ്, അതിൻ്റെ സ്ക്വയറായി മാറും. അപ്പോൾ നോമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. ഇന്ന പ്രൊഡക്റ്റ് amn x വിത്ത് amn(f(x). ഓക്കെ, ഇനി നമുക്ക് amn x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആണെന്ന് അറിയാം. അപ്പോൾ എന്ത് കിട്ടും? amn(f(x) വിത്ത് y. അപ്പോൾ രണ്ടാമത്തെ ടേമിന് y എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ മോഡുലസ് എഴുതിയാലും ഇല്ലെങ്കിലും ഒരേ അർത്ഥമാണ്. അപ്പോൾ മോഡുലസ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് amn(f(x) വിത്ത് y എന്ന് എഴുതിയാലും മോഡുലസ് ഓഫ് amn(f(x) വിത്ത് y എന്ന് എഴുതിയാലും സെയിം ആണ്. ഈ മോഡുലസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ജനറലൈസ്ഡ് കോഷീസ് കോസ് ഇനിക്വാളിറ്റി പ്രകാരം റൂട്ട് ഓഫ് ഫസ്റ്റ് amn(f(x) വിത്ത് x ഇൻറ്റു റൂട്ട് ഓഫ് amn(y) വിത്ത് y എന്ന് എഴുതാം. ജനറലൈസ്ഡ് കോഷീസ് കോസ് ഇനിക്വാളിറ്റി കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? amn(x) വിത്ത് x ഇൻറ്റു amn(y)യുടെ വാല്യൂ അഗെയിൻ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ amn(2) വിത്ത് x വിത്ത് amn(x) എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു amn(x) വിത്ത് x ഇൻറ്റു ഇനി അവിടെ ആ രണ്ടാമത്തെ ടേമിൽ നമ്മൾ ശരിക്കും എന്ത് അപ്ലൈ ചെയ്യുന്നു? കോഷീസ് ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? നോം ഓഫ് amn(2) ഇൻറ്റു നോം ഓഫ് amn(x) എന്ന് കിട്ടും. ഓക്കെ, ഇനി amn(x) ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? ബൗണ്ടഡ് ആയതുകൊണ്ട് നോം amn ഇൻറ്റു നോം x ആണ്. നോം amn ഓൾറെഡി 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു നോം x ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം x ആണ്. അപ്പോൾ amn(2)ൻ്റെ കാര്യം ഇത് തന്നെ സാറ്റിസ്ഫൈ ചെയ്യും, നോം x-നേക്കാൾ കുറവായിരിക്കും. അതായത് രണ്ടാമത്തെ ടേമിൽ രണ്ട് ടേമുകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം x ആണ്. അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി നോം എക്സ് ഇൻറ്റു നോം എക്സ് പറഞ്ഞാൽ നോം എക്സ് സ്ക്വയർ ആണ്. റൂട്ട് കൊടുക്കുമ്പോൾ റൂട്ട് കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് നോം എക്സ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നോം ഓഫ് എ എൻ ഓഫ് എക്സ് മൈനസ് എ എം ഓഫ് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എം എൻ ഓഫ് എക്സ് ഇൻറ്റു നോം എക്സ് എന്ന് കിട്ടും. അവിടെ ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയർ ദസ് എഴുതിയെടുത്ത് സ്ക്വയർ കൂടി എഴുതേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ആ സ്ക്വയർ എഴുതിയിട്ട് ഇനി എ എം എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ദസിന് ശേഷമുള്ള വാല്യൂ. എ എം എന്നിൻ്റെ വാല്യൂ എന്താണ്? എ എൻ മൈനസ് എ എം ആണ്. അപ്പോൾ എ എൻ മൈനസ് എ എം ഇൻറ്റു എക്സ് എന്നുള്ളതിനെ നമുക്ക് ഫസ്റ്റ് വേരിയബിളിലെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്തതാണ് ദസിന് ശേഷം വരുന്ന ആർ എച്ച് എസിലുള്ള ഇൻഇക്വാളിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇനി എ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗിവൺ കണ്ടീഷനിൽ തന്നിട്ടുണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എ എൻ ഇന്നപ്പെടുത്ത എ എൻ വിത്ത് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എക്സ് വിത്ത് എക്സ്. അതായത് ഇന്നപ്പെടുത്ത എ എക്സ് വിത്ത് എക്സ് എന്ന് പറയുന്നത് എ എൻ എക്സ് വിത്ത് എക്സ് എന്ന റിയൽ സീക്വൻസിൻ്റെ എന്തായി മാറുന്നു? അപ്പർ ബൗണ്ടായി മാറുന്നു. അപ്പോൾ മൊണോട്ടോൺ എൻസ് മൊണോട്ടോൺ ഇൻക്രീസിങ് ആണ്, റിയൽ സീക്വൻസ് മൊണോട്ടോൺ ഇൻക്രീസിങ് ആണ്, അതിന് അപ്പർ ബൗണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം റിയൽ നമ്പേഴ്സിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺവേർജൻ്റ് ആയിരിക്കും. ബട്ട് എവരി കൺവേർജൻസ് സീക്വൻസ് ഈസ് കോഷി ആയിരിക്കും. കോഷി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇന്നപ്പെടുത്ത എ എൻ എക്സ് വിത്ത് എക്സ് മൈനസ് എ എം എൻ എഫ് എക്സ് വിത്ത് എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു 0 ആയിരിക്കും. ആസ് എം കൊമ എൻ ടെൻസ് ടു. അപ്പോൾ ആ റൂട്ടിനുള്ള വാല്യൂ ടെൻസ് ടു 0 ആയി കഴിഞ്ഞാൽ എൽ എച്ച് എസിലുള്ള വാല്യൂ ടെൻസ് ടു 0. അത് നോം സ്ക്വയർ ടെൻസ് ടു 0. അതിനർത്ഥം നോം ടെൻസ് ടു 0. നോം ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എൻ എക്സ് മൈനസ് എ എം ഓഫ് എക്സ് ഇൻ്റെ നോം ടെൻസ് ടു 0 മീൻസ് എ എൻ എക്സ് ഈസ് എ എന്ത് സീക്വൻസ് ആയി മാറുന്നു? കോഷി സീക്വൻസ്. എ എൻ ഈസ് എൻ ഓപ്പറേറ്റർ ഓൺ എച്ച് ആണ്. എ എൻ എക്സ് ഈസ് എ മെമ്പർ ഓഫ് എച്ച്. Therefore a n of x is a Cauchy sequence in H. But H is a complete space. Every Cauchy sequence is convergent. Therefore a n of x converges to some value. ആ വാല്യൂവിന് ഞാൻ y എന്ന് എഴുതിയിട്ട് സഫിക്സിൽ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ b ഫ്രം h to h ഡിഫൈൻ ബൈ b of x is equal to yx എന്ന് കൊടുക്കാം. yx is equal to limit n tends to infinity a n x. This b must be linear because a n's are linear. അപ്പോൾ ഇത് യൂണീക്ക് ആയിരിക്കും. ലിമിറ്റ് യൂണീക്ക് ആയതുകൊണ്ട് ഇത് യൂണീക്ക് ആയിരിക്കും. അപ്പോൾ b ലീനിയർ ആണെന്ന് a n ലീനിയർ ആണെന്ന് കിട്ടുന്നു. ഇനി ബി ബൗണ്ടഡ് ആണെന്ന് കൂടി കിട്ടിയാലേ നമുക്ക് ഇതിന് പ്രൂഫ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, സ്ട്രോങ് ലിമിറ്റായി മാറുന്നു. ഇപ്പോൾ എൻ ഓഫ് എക്സ് കൺവേർജസ് ടു സം ബി എക്സ് ആയി മാറണമെങ്കിൽ ബി എന്തുകൂടി ആയിരിക്കണം? ബൗണ്ടഡ് ലീനിയർ മാപ്പ് ആയിരിക്കണം. ലീനിയാരിറ്റി കിട്ടി. ഇനി ബൗണ്ടഡ് ലീനിയാരിറ്റി പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് അറിയുന്ന കണ്ടീഷൻ 0 ലെസ് ദാൻ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വിത്ത് എക്സ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ്. കാരണം നമ്മൾ എൻ ചൂസ് ചെയ്തത് തന്നെ 0 ലെസ് ദാൻ ഈക്വൽ ടു എന്ന രൂപത്തിലേക്കാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നപ്പെടുത്ത എൻ ഓഫ് എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എക്സ് വിത്ത് എക്സ്. ഐ എക്സ് വിത്ത് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്നപ്പെടുത്ത എക്സ് വിത്ത് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ. Therefore 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് എക്സ് വിത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ലൈ ചെയ്യുന്ന എവിടെയായിരിക്കും? 0യ്ക്കും നോം എക്സിനും 1 ഇടയിലായിരിക്കും. ബട്ട് ലിമിറ്റ് ഈസ് വാട്ട്? 0 ലെസ് ആർ ഈക്വൽ ടു മോഡുലസ് ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ് ഈസ് ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ആയി മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോം എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? സുപ്രീമം ഓവർ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ്. ബി എക്സ് വിത്ത് എക്സ് ഇവിടെ നോൺ നെഗറ്റീവ് ആണ്, കാരണം എല്ലാവരും നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ലിമിറ്റും എന്തിനായിരിക്കും? നോൺ നെഗറ്റീവ് കിട്ടും. ഇപ്പോൾ ഇന്നപ്പെടുത്ത ബി എക്സ് വിത്ത് എക്സ് എൻ്റെ മോഡുലസ് വാല്യൂ എഴുതിയാലും ഇല്ലെങ്കിലും സെയിം ആണ്. അപ്പോൾ മോഡുലസ് ഡിവൈഡ് ബൈ നോം എക്സ് സ്ക്വയർ ആൾവേസ് ലെസ് ആർ ഈക്വൽ ടു 1. എക്സ് ആർബിട്രറി ആണ്. അപ്പോൾ സുപ്രീമത്തിനും ലെസ് ആർ ഈക്വൽ ടു 1 ആയിരിക്കും. സുപ്രീമം പറഞ്ഞാൽ ആരായിരിക്കും? ബിയുടെ നോം ആയിരിക്കും. ദാറ്റ് മീൻസ് നോം ബി ലെസ് ആർ ഈക്വൽ ടു 1. ഈ നോം ബി ലെസ് ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ലീനിയർ മാപ്പ് നടത്തും. ഓക്കെ, അല്ലെങ്കിൽ നോം ബി എക്സ് ലെസ് ആർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം എക്സ് എന്ന കണ്ടീഷനാണ് കിട്ടും. അത് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് മനസ്സിലായി. Therefore ബി ഈസ് എ സ്ട്രോങ് ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.